നമസ്കാരം മക്കളെ, സോൾസാറാണ്. നമ്മളിന്ന് ക്രിസ്മസ് എക്സാം സ്പെഷ്യൽ ക്ലാസ് ആണ്. ഇന്ന് നമ്മുടെ ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ ആണ് എടുത്തിരുന്നത്. നമ്മുടെ ട്രിഗണോമെട്രിയിൽ നിന്നുമാണ്. 2 ചോദ്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. പ്രൂവ് ദാറ്റ് tan 75 plus cot 75 is equal to 4. ഇതൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില കുട്ടികൾക്ക് പറ്റും, tan 75 നമ്മൾ പഠിച്ചിട്ടുണ്ട്, പിന്നെ ഉള്ളത് cot 75 ആ. cot 75 എന്ന് പറഞ്ഞാൽ tan 75ന്റെ റെസിപ്രോക്കൽ. അങ്ങനെ ഓർക്കുന്നവർക്ക് ഈ പ്രോബ്ലം ഈസിയാണ്, അല്ലെങ്കിൽ കഴിഞ്ഞു. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു, അതൊരു എക്സാമിനേഷന്റെ ആ ടൈമിൽ എത്രത്തോളം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു, അതൊക്കെ പല കുട്ടികൾക്കും ചിലപ്പോൾ പറ്റാറില്ല. അതുകൊണ്ട് തന്നെ പുതിയ ചോദ്യങ്ങൾ വരുമ്പോൾ അവിടെ വെച്ച് പെടാറാണുള്ളത്. പക്ഷെ വീട്ടിൽ ചെന്ന് സമാധാനമായിട്ട് ഇരുന്നൊക്കെ നോക്കുമ്പോഴത്തേക്ക് എല്ലാം ഇങ്ങനെ കയറി വരും. അന്നേരം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പൊ അതൊക്കെ ഒന്ന് ഓവർകം ചെയ്യണമെങ്കിൽ പ്രോബ്ലം ചെയ്ത് നല്ല 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 പ്രാക്ടീസ് വേണം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. സമയം കളയണ്ട. പിന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാൻ. നമ്മുടെ റിവിഷൻ ക്ലാസ് ഉണ്ട്. നിങ്ങൾക്ക് വേണ്ട പുതിയ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെയുള്ള എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്ന് എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസുകൾ കാണിച്ചുകൊണ്ടുള്ള ക്ലാസ് ആണ്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ പാക്കേജ്, പിന്നെ ഒരു ഇക്വേഷൻ ബുക്കിലെറ്റ് എല്ലാം കിട്ടും. ഫുൾ മാർക്ക് കിട്ടും കേട്ടോ. ആകെ ഉള്ളത് ഇത്രയും മാത്രം, ആകെ വേറെ ഒന്നുമേ ഇല്ല. ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് തന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ കോൾ ചെയ്യാം, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. tan 75 plus cot 75 = 4. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് tan 75 ചെയ്ത് തുടങ്ങണം. tan 75 ഡിഗ്രി എന്നുള്ളതിനെ നമ്മൾ ചെയ്യേണ്ടത് tan of 45 plus 30 എന്ന പ്ലാൻ. ആദ്യത്തെ പണി ഇതാണ്. 75 സ്പ്ലിറ്റ് ചെയ്യണം 45 30 ഓക്കെ, അപ്പൊ ഇത് tan of ആര് പോലായി? tan of a plus b ആയി. എന്തായിരുന്നു tan of a plus b? tan of a plus b എന്ന് പറഞ്ഞാൽ tan a plus tan b by 1 minus tan a tan b. അങ്ങനെ പറയണം കേട്ടോ. 1 minus tan a tan b, tan a plus tan b by 1 minus tan a tan b. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ a അമോനെ, ഇത് നമ്മുടെ b അമോനെ. അങ്ങനെയാണെങ്കിൽ tan a plus tan b by എന്ന് പറയുമ്പോൾ tan 45 plus tan 30 ഓൺ ന്യൂമറേറ്റർ. അപ്പൊ tan 45 plus tan 30 by 1 minus tan 45 into tan 30. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ tan a plus tan b by 1 minus tan a tan b. അപ്പൊ tan 45ന്റെ വാല്യൂ കൊടുക്കുമ്പോൾ 1 plus tan 30 1 by √3 by 1 minus tan 45യുടെ 1, അപ്പൊ 1 into 1 by √3. കറക്റ്റ് ആയല്ലോ. 1 plus 1 by √3 by 1 minus 1 into 1 by √3. ആൻസർ വരുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 plus 1 by √3 by ഇവിടെ 1 മൈനസ് ഈ 1 into 1 by √3 ആര് തന്നെയാ? 1 by √3 ആണ്. ഇവിടെ വെച്ച് നമുക്ക് 2 ഫ്രാക്ഷൻ പോലെ ഇതിനെ ചിന്തിക്കാം. നോക്കിക്കേ, നെക്സ്റ്റ് ഇവിടെ ബൈ 1 വെച്ചുകൊണ്ട് മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ, ഇവിടെയും ബൈ 1 വെച്ചുകൊണ്ട് മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. √3 into 1 √3 പ്ലസ് 1 into 1 1 ബൈ 1 into √3 ബൈ ഇവിടെയും √3 into 1 √3 മൈനസ് 1 into 1 1 ബൈ 1 into √3. അങ്ങനെ വരുമ്പോൾ √3 ക്യാൻസൽ ആയിക്കൊണ്ട് ആൻസർ √3 plus 1 by √3 minus 1. ഇതാണ് നമുക്ക് കിട്ടുന്ന tan of 75. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ട എന്താ? ഇനി അടുത്തത് cot 75 ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ cot 75 നമുക്ക് എഴുതാൻ എളുപ്പമാണ്. cot 75 എന്ന് പറഞ്ഞാൽ tan 75 തിരിച്ചിട്ടാൽ മതി. tan 70 നേരെ തിരിച്ച്. ഓക്കെ, ദാറ്റ് ഈസ് √3 minus 1 divided by √3 plus 1. ഉൾട്ട എന്നൊക്കെ പറയും, നേരെ തിരിച്ചിട്ട് കേട്ടോ. അപ്പൊ ഇത് tan 75 അങ്ങനെ cot 75 എന്ന് പറയുമ്പോൾ നേരെ തിരിച്ച് റെസിപ്രോക്കൽ എഴുതി. അപ്പൊ നമ്മുടെ രണ്ടും കിട്ടി, tan 75 കിട്ടി, cot 75 കിട്ടി. ദെൻ നമ്മുടെ LHS എഴുതുവാണ്. ദാറ്റ് ഈസ് tan 75 ഡിഗ്രി പ്ലസ് cot 75 ഡിഗ്രി ഈക്വൽ ടു tan 75 എഴുതുവാണ് √3 plus 1 by √3 minus 1 plus √3 minus 1 divided by √3 plus 1. എല്ലാം വേണം ഒരു ബ്രാക്കറ്റ് ഒക്കെ കൊടുത്ത് വൃത്തിയാക്കി അങ്ങോട്ട് ഇടാം കേട്ടോ. ഓക്കെ, ഇത്രയും കിട്ടി. ഇനി നമുക്ക് നെക്സ്റ്റ് മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യണം. ദെൻ ഇത് a by b plus c by d എന്ന് പറയുമ്പോൾ ഇത് ഇങ്ങോട്ട് ചെയ്യുമ്പോൾ a into d ad, b into c bc by b into d bd. അതേമാതിരി ഇത് ഇങ്ങോട്ട് വരും, ഇവൻ അങ്ങോട്ട് പോവും, ഇവര് തമ്മിൽ താഴെ. അപ്പൊ √3 plus 1 into √3 plus 1. അപ്പൊ √3 plus 1 ഹോൾ സ്ക്വയർ വരുമ്പോൾ ഇവിടെ ഓൾറെഡി √3 plus 1 ഇവനോട് അവിടെ ചെല്ലും. അപ്പൊ അവിടെ 2 പേരായി. അപ്പൊ a into a സ്ക്വയർ √3 plus 1 ഹോൾ സ്ക്വയർ. ഓക്കെ, ഇവിടെ അങ്ങോട്ട് ചെല്ലുമ്പോൾ √3 minus 1 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആണല്ലോ. ഇവർ അങ്ങോട്ട് ചെല്ലുക, അവിടെ ഒരാൾ നിൽക്കുമ്പോൾ ഒരാൾ ചെല്ലുമ്പോൾ 2 പേരാകത്തിന്റെ സ്ക്വയർ. ഓക്കെ, ഡിനോമിനേറ്റർ √3 minus 1 into √3
പ്ലസ് 1. ഇത് ഇൻറ്റു ഇത്. √3 + 1 the whole square is in the form of a + b the whole square. അടുത്തത് a - b the whole square, a² + 2ab + b², a² - 2ab + b². രണ്ടും അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പൊ √3² 3 കേട്ടോ. a² എന്ന √3 സ്ക്വയർ ആണ് 3 പ്ലസ് 2ab 2 × √3 × 1 that is 2√3 + 1. അടുത്ത a - b the whole square that is √3² എന്ന് പറയുമ്പോൾ 3 കേട്ടോ. 3 എന്നങ്ങ് എഴുതിയേക്കാം. ഓക്കെ, -2ab 2 × √3 × 1 that is 2√3 + 1 by a - b × a + b a² - b² that is equal to ഇവിടെ മോനെ +2 √3 -√3 ഉണ്ട്. ഈ രണ്ട് കണ്ട പ്ലസ് മൈനസ് ഒരേ ടൈം ക്യാൻസൽ ആയി. പിന്നെ ഒരു 3 1 4 3 7 1 8 by √3² is 3 1² is 1 that is 8/2. ആൻസർ ഈസ് ആരെ കിട്ടി മോനെ 4. ഓക്കെ, അപ്പൊ നമ്മുടെ അടിപൊളി ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടുണ്ട്. ഇങ്ങനെ വേണം ഇവനെ ചെയ്യാൻ. ഇതൊക്കെ വരുമ്പോൾ നമുക്ക് അറിയാമല്ലോ, പല കുട്ടികൾക്കും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാവും. പിന്നെ കുറച്ച് കുട്ടികളൊക്കെ ചെയ്തു പോകും. അതൊക്കെയാ അറിയാമല്ലോ, ഓരോരുത്തരുടെ വ്യത്യാസങ്ങളാണ്. അപ്പൊ നമുക്ക് നല്ലൊരു പ്രോബ്ലം ആണ് ചെയ്തത്. നെക്സ്റ്റ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. tan x is given to be 1/2 and tan y is 1/3. Prove that x plus y equal to π/4 or 45 degree. അറിയാലോ, π/4 എന്ന് പറഞ്ഞാൽ 45. അപ്പൊ tan x നെ തന്നിട്ടുണ്ട്, tan y യും തന്നിട്ടുണ്ടെങ്കിൽ ആ എക്സും വൈയുടെ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഡിഗ്രി 45 ആണ് എന്ന് ഷോ ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്ത് തുടങ്ങും? അവിടെയാണല്ലോ അല്ലേ പ്രശ്നം. ഇതൊക്കെ തുടങ്ങാൻ ഞാൻ എവിടുന്ന് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ നോക്കിക്കേ, tan x ഉണ്ട്, tan y ഉണ്ട്, പിന്നെ ഒരു x plus y. അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടെ കൂട്ടിയെന്ന് യോജിപ്പിക്കുമ്പോൾ ജോയിൻ ചെയ്യുമ്പോൾ tan of x plus y യിൽ നിന്ന് തുടങ്ങണം. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് തുടങ്ങേണ്ടത്. വി ഹാവ് tan of x plus y. What is tan of x plus y? Tan of a plus b. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തിൽ പറഞ്ഞില്ലേ, tan of a plus b പോലെ tan of x plus y. അപ്പൊ എങ്ങനെയായിരിക്കും അതിന്റെ ഫോർമുല? tan x plus tan y by 1 - tan x into tan y. ഇതാണ് tan of x plus y. That is implies left hand side അതേപോലെ തന്നെ, that is tan of x plus y തന്നെ left hand side. tan x വാല്യൂ കൊടുക്കണം. tan x ന്റെ വാല്യൂ 1/2 plus tan y 1/3 by 1 - 1/2 into 1/3. കണ്ടോ, വാല്യൂസ് എല്ലാം കൊടുത്ത് tan x ന്റെ സ്ഥാനത്ത് 1/2, tan y യുടെ പ്ലേസിൽ 1/3. implies left hand side സെയിം തന്നെ, that is tan of x plus y equal to, ഇവിടെ നമുക്ക് റൈറ്റ് സൈഡ് 1/2 plus 1/3 by 1 - 1/2 into 1/3 is 1/6. 1 - 1/6 ആണല്ലോ, 1/2 1/3. ഇനി നമ്മൾ ഇവിടെ ഒരു ഫ്രാക്ഷൻ പോലെ കരുതുക, ഇവിടെയും ഫ്രാക്ഷൻ കരുതിക്കൊണ്ട് മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് tan of x plus y തന്നെ. ഇവിടെ നോക്കിക്കേ, 3 × 1 that is 3 plus 2 × 1 2 by 2 × 3 6. അത് ന്യൂമറേറ്റർ ബൈ ഇവിടെയും 1 1/1 മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അപ്ലൈ ചെയ്താൽ 6 × 1 6 minus 1 × 1 1 by 1 × 6 6. ആൻസർ 3 + 2 ആൻസർ 5/6. ഡിനോമിനേറ്റർ 6 - 1 അതും 5, പിന്നെ ഒരു by 6. ക്യാൻസൽ ആയി. tan of x plus y ആരൊന്ന് വന്നു മോനെ, രണ്ടും സെയിം ആണ്. ക്യാൻസൽ ആയപ്പോ 1. ടാൻ്റെ ഏത് ഡിഗ്രിക്കാ 1? ടാൻ്റെ ഏത് ഡിഗ്രിക്കാണ് നമ്മൾ 1 എന്ന് പറയുന്നത്? 45 അല്ലേ? അപ്പൊ നമുക്ക് ടാനിനുള്ളിലുള്ള ഈ ആംഗിൾ എത്ര ഡിഗ്രി ആകുമ്പോഴാണ് നമുക്ക് 1 കിട്ടേണ്ടത്? 45 ഡിഗ്രി ആകുമ്പോഴാണ് 1 കിട്ടുക. അപ്പൊ ടാനിനുള്ളിൽ കിടക്കുന്ന ഡിഗ്രി ആരാണ്? x plus y അല്ലേ? അപ്പൊ ഈ x plus y എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രി ആവണം? 45 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആരാണത്? π/4. therefore x plus y equal π/4. ഒന്നുകൂടെ പറയാം, tan of x plus y 1 എന്ന് വന്നു. നമുക്കറിയാം ടാനുള്ളിൽ ഏത് ഡിഗ്രി വരുമ്പോഴാണ് 1? 45. അപ്പൊ ഈ ഉള്ളിൽ കിടക്കുന്ന ഈ x plus y യുടെ വാല്യൂ എന്തായേ പറ്റൂ? 45 ആണോ? എന്നെങ്കിലേ ഒന്നൊന്നും കിട്ടത്തുള്ളൂ. therefore value of x plus y is 45 or π/4. ഓക്കെ, അപ്പോൾ അടിപൊളിയായിട്ടുള്ള 2 ചോദ്യങ്ങളാണ്. എല്ലാവരും ക്ലാസ് ഇഷ്ടമായി അല്ലെങ്കിൽ പ്രോബ്ലം മനസ്സിലായി എന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, പിന്നെ ക്ലാസ് ജോയിൻ ചെയ്യാൻ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. ഗുഡ് ബൈ.